ഇതിനിടെ എറണാകുളത്ത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് രഹസ്യ സങ്കേതത്തെ തടങ്കലിൽ പാർപ്പിച്ച് ഇതര സംസ്ഥാനക്കാരെ പോലീസ് രക്ഷപ്പെടുത്തി. ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളവരെയാണ് ചേരാനെല്ലൂർ പോലീസ് രക്ഷപ്പെടുത്തിയത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത ഇവരുടെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തു എന്നാണ് പരാതി. കേസിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ പോലീസ് പിടികൂടി. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇതിലിപ്പോൾ ഇരകളാക്കപ്പെട്ടവർ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്. ഇതാ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളൊരു പ്രതിയാണ് പിടികൂടിയത് എന്നും പറയുന്നു. മലയാളികൾ ഉൾപ്പെട്ട തട്ടിപ്പാണോ നവമി? അഭിലാഷ്, ഇന്നലെയാണ് ചേരാനല്ലൂർ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ചേരാനല്ലൂരിലെ ഒരു വീട്ടിൽ 7 പേരടങ്ങുന്ന സംഘത്തെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, കർണാടക അന്യസംസ്ഥാനത്ത് നിന്നുള്ളവരാണ്. ഇവരെയാണ് ഇത്തരത്തിൽ പൂട്ടിയിട്ടതിന് ശേഷം ഇവരിൽ നിന്നും പണം തട്ടി ഒരാളിൽ നിന്നും ഏകദേശം 30 ലക്ഷം രൂപ വീതമാണ് തട്ടിയെടുത്തത്. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളവരാണ്. അവരോട് വിദേശത്തേക്ക് കാനഡയിൽ ജോലി വാഗ്ദാനം നൽകി 30 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് ഇവർ കൊടുത്തു. അതിനുശേഷം ഇവരെ ചേരാനല്ലൂരിലെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അതിൽപ്പെട്ട ഒരാൾ ഓടി രക്ഷപ്പെടുകയും പിന്നീട് ഇത് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തിയാണ് ബാക്കിയുള്ളവരെ എല്ലാവരെയും രക്ഷിച്ചെടുത്തത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഒരു സംഘം 11 പേരടങ്ങുന്ന സംഘമുണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്തത്. അതിൽ നിന്നും ഒരാളെ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നു. റഹീം എന്നായിരുന്നു അയാളുടെ പേര്. വെസ്റ്റ് ബംഗാൾ സിലിഗുരി സ്വദേശിയായ അബ്ദുൾ റഹീമിനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. ഇയാളുടെ പക്കൽ ഈ 7 പേരുടെയും പാസ്പോർട്ട്, മറ്റ് അവരുടെയൊക്കെ ചില തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള മൊബൈൽ ഫോൺ അടക്കമുള്ളവയെല്ലാം പിടികൂടുകയും ചെയ്തു. ബാക്കി 10 പേർക്കായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വലിയൊരു ചതി തന്നെയാണ്. അതായത് അന്യസംസ്ഥാനത്തിൽ ഉള്ളവരാണ്. അവരെ കേരളത്തിലേക്ക് എത്തിച്ച് ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി വഴി ഇവരെ കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവരെ ഇവിടെ എത്തിച്ച് അവിടെ പൂട്ടിയിട്ടത്. അതിനുശേഷം അവരോട് കാനഡയിൽ എത്തി എന്ന രീതിയിലേക്ക് വീഡിയോ ചിത്രീകരിച്ച് കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ ഇവർ ശ്രമിച്ചു. അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക്, അതായത് കാനഡയിലെ പല സ്ഥലങ്ങളിലെയും ബാക്ക്ഗ്രൗണ്ട് ബാനറുകൾ ഇവരെ പുറകിൽ കെട്ടിയതിനു ശേഷം അതിൻ്റെ മുന്നിൽ നിർത്തിയാണ് ഇവരോട് ഇത്തരത്തിൽ കാനഡയിൽ എത്തി എന്ന് കുടുംബത്തിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുപ്പിക്കുകയും പിന്നീട് അവർ കാനഡയിൽ എത്തി എന്ന രീതിയിൽ കള്ളം പറഞ്ഞ് വീഡിയോ ചിത്രീകരിക്കാൻ സമ്മതം നൽകുകയും ചെയ്തു. അത് കുടുംബത്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ സ്വാഭാവികമായും കുടുംബക്കാർ വിചാരിക്കുന്നത് അവർ കാനഡയിൽ എത്തിയെന്നാണ്. പക്ഷേ ഇതിന് പിന്നിൽ നടക്കുന്നത് വലിയൊരു തട്ടിപ്പാണ്. 30 ലക്ഷം രൂപ വീതം തട്ടിയെടുത്തുകൊണ്ടാണ് ഇവർ 7 പേരെയും ആ വീട്ടിൽ പൂട്ടിയിട്ടത്. പോലീസ് എത്തി അവരെ രക്ഷിക്കുന്ന സമയത്ത് അവർ വളരെ അവശനിലയിൽ തന്നെയായിരുന്നു. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചികിത്സയെല്ലാം നൽകി അവരെയൊക്കെ തിരിച്ചു നാടുകളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം പോലീസ് നടത്തുകയാണ്. ഇനി ബാക്കി 10 പേർക്കായിട്ടുള്ള ഒരു അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പോലീസ് ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് പിടികൂടിയത് എന്നുള്ളതാണ്. ഈ ബംഗാളികൾ എന്ന് പറഞ്ഞ് വരുന്ന ചിലരിൽ എങ്കിലുമൊക്കെ ബംഗ്ലാദേശുകാർ ഉണ്ട് എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തട്ടിപ്പിൻ്റെ ഒരിടം കൂടിയായി കേരളം മാറുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ. അതായത് പുറത്തുനിന്ന് തന്നെയുള്ള ആളുകൾ കേരളത്തിൽ വെച്ച് തട്ടിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇങ്ങനെ വ്യാജ അഡ്രസ്സിലൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനും എളുപ്പമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.